ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് വെറും 2 ചേരുവ വെച്ചിട്ട് നല്ലൊരു നെയ്യപ്പം റെഡിയാക്കിയാലോ. അത് വളരെ എളുപ്പത്തിൽ അരിയൊന്നും ഇല്ല, അതിൻ്റെ അരിയോ അരിപ്പൊടിയോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ എൻ്റെ വീഡിയോക്ക് ആരും തന്നെ ലൈക്ക് അടിക്കാറില്ല, തീർച്ചയായും ഒരു ലൈക്കും കൂടി തരണേ. എന്നാൽ ശരി, വേഗം വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് റവ. ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് ഇത് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്താലും മതി കേട്ടോ. അങ്ങനെ അരക്കപ്പ് റവ എടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ലോണം ഇതൊന്ന് പൊടിച്ച് വരാം. എന്നാലും നൈസായിട്ട് പൊടിച്ച് നമുക്ക് എപ്പോഴും റവ കിട്ടില്ല. അപ്പോൾ കഴിയുന്നത്ര നമുക്കൊന്ന് പൊടിക്കാം. വറുത്തതോ വറുക്കാത്ത റവയോ എടുക്കാം. ഞാനിപ്പോൾ ഇത് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച് വരാം. ആവശ്യമുള്ളത് ഒരു പാനിലോട്ട് ഒരച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള റവ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് റവക്ക് 1/4 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ശർക്കരയ്ക്ക് നല്ല ഉപ്പുണ്ടെങ്കിൽ ഈ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാവുന്നതാണ്. നെയ്യൊക്കെ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ടാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ എല്ലാവർക്കും കയ്യിൽ പെട്ടെന്ന് ഉണ്ടാകുന്നത് തേങ്ങ ചിരകിയതാണല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഞാനിപ്പോൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ടീസ്പൂണ് കറുത്ത എള്ളോ കരിഞ്ചീരകമോ ചേർക്കാം. ഇനി നമുക്കിതിൽ തീ ഓഫ് ചെയ്യാം. ഈ പൊടികളിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും എള്ളും ചേർക്കാം. വീണ്ടും മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അപ്പോഴത്തേക്കും ശർക്കര നല്ലോണം ഒന്ന് ഉരുകിയിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചൂടോടെയോ അല്ലാതെ ഒഴിക്കാം. ഞാനിപ്പോൾ ചൂടോടെയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ ഇതിലുള്ള കച്ചറയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഇതിലോട്ട് 1 നുള്ള് മാത്രം ബേക്കിംഗ് സോഡ. കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ നമുക്കിത് ശരിയായി വരില്ല. മിക്സ് ആക്കിയതിന് ശേഷം ചൂടായിട്ട് ഓയിലിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതപ്പോൾ തനിയെ പൊങ്ങി വരുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അല്പം മുകളിലോട്ട് ഓയിലാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടിപ്പോകരുത് കേട്ടോ, ശ്രദ്ധിക്കാതെ. 2 വശം ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ എളുപ്പത്തിലുള്ളൊരു നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.